السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, കമന്റ് സെക്ഷനിലായിട്ടും വാട്സപ്പിലേക്കായിട്ടും നേരിട്ടും ദുആ വസിയത്തുകൾ അറിയിച്ചവർ അർഹമുർ റഹീമീനായ അല്ലാഹ്, അവർ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ, മുസീബത്തുകളെ, ബലാഅകളെ നീ തരണം ചെയ്യാനുള്ള മാർഗം നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ പരിപൂർണമായ ആജിലായ കാമിലായ ശിഫാ നീയാണ് ഷാഫി തമ്പുരാനെ. നീ അവർക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ അവർക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ അവർക്ക് ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ 26-ാമത്തെ ദിനത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ഈ പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസം നമ്മോട് വിട പറയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശവ്വാൽ മാസം വിട പറയുകയും ദുൽഖഅദ് മാസം നമ്മളിലേക്ക് സമാഗതമാവുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ദുൽഹിജ്ജ. ധാരാളം അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന മഹത്തമാക്കപ്പെട്ട ഈദുൽ അദ്ഹ, ബലിപെരുന്നാള്, അതിൻ്റെയൊക്കെ വലിയ ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന ധാരാളം കഥകൾ പറയാനുള്ള ദുൽഹിജ്ജ മാസം. ഹാജിമാരൊക്കെ ഒരുങ്ങി തയ്യാറായി എൻ്റെ മുഅ്മിനീങ്ങളെ. അടുത്ത മാസം, ഇനിയുള്ള മാസങ്ങളിൽ അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുണ്ട്, നമ്മളെ ഈ മജ്ലിസിൽ സ്ഥിരമായി ദായിമാക്കി വരുന്ന ദിക്റുകൾ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ വലിയ മജ്ലിസാണ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസങ്ങളിൽ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.
നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, ദായിമാക്കി വരുന്ന ദിക്റുകൾ, നമ്മൾ എന്തിനാണ് എന്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ചൊല്ലുന്നത്? ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയികളാവാൻ വേണ്ടി അല്ലേ? ആണ്. ഓരോരുത്തരും മനസ്സിൽ കരുതിയിട്ടുള്ളത്, എനിക്കെന്റെ ദുനിയാവും വേണം, എനിക്ക് ആഖിറവും വേണം അല്ലേ? വേണം. ദുനിയാവിലെ കുറച്ച് കാര്യങ്ങൾ, നമ്മളെ മുറാദുകള്, നമ്മളെ ഉദ്ദേശങ്ങള്, നമ്മളെ ആഗ്രഹങ്ങള്, നമ്മളെ സ്വപ്നങ്ങളൊക്കെ പൂവണിയണം. എല്ലാ കാര്യങ്ങളും നടക്കണം. ദുനിയാവിന്റെ ഓരോരോ ആഗ്രഹങ്ങള്, ഭൗതികമായിട്ടുള്ള ആഗ്രഹമല്ല ഞാൻ പറയുന്നത്, ആർഭാടമായിട്ടുള്ള ആഗ്രഹങ്ങളല്ല. ദുനിയാവിൽ നമുക്ക് കഴിച്ചുകൂടാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ. ഒരു ഹൈറായ ജോലി ഇല്ലാത്തവന്റെ ആഗ്രഹം ജോലിയാണ്. മകൻക്ക് ജോലി ഇല്ലാത്തവന്റെ ആഗ്രഹം മകൻക്കൊരു ഹൈറായ ജോലി വേണം, കുടുംബത്തെ നോക്കണം, അതാണ് ആഗ്രഹം അല്ലേ? ആണ്, അതാണ് ആഗ്രഹം. വീടില്ലാത്തവന്റെ ആഗ്രഹം ഒരു വീട്, ഹൈറായ വീട്. മക്കളില്ലാത്തവരുടെ ആഗ്രഹം എന്താണ്? സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ, അത് അവരെ കൺകുളിർമയോടെ കാണാൻ അല്ലേ? അതാണ് അവരാഗ്രഹം. കടങ്ങളുള്ളവരുടെ ആഗ്രഹം എന്താണ്? ഈ ഭാരിച്ച കടങ്ങളൊക്കെ ഒന്ന് വീടണം. അങ്ങനെ പല മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങളും മുറാദുകളും മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ദുനിയാവ് വേണം, നാളെ മരിച്ചുപോയാൽ ആഖിറത്തിലും വിജയം വേണം അല്ലേ? അവിടെയും വിജയം വേണ്ടേ? അവിടെയും നമുക്ക് വിജയം വേണം. രണ്ടോടത്തും പരാജയമാവാൻ പാടില്ല. അതിനാണ് മുഅ്മിനീങ്ങളെ ഇങ്ങനെയുള്ള മജ്ലിസിൽ സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ നമ്മൾ ധാരാളം ദിക്റുകൾ ചൊല്ലുന്നത് അല്ലാഹു ഖബൂലാക്കിക്കൊണ്ട് നമ്മളെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അല്ലാഹു പൂവണീച്ച് നൽകണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടാറുണ്ട്. തങ്ങളെ മജ്ലിസ് കാണുന്നവരാണ്, മജ്ലിസിൽ ഇരിക്കാറുണ്ട്, തങ്ങളെ ഇരിക്കാറുണ്ട്. എനിക്ക് ഇന്നാലിന് ആഗ്രഹം, എനിക്ക് എഴുതാനൊന്നും അറിയില്ല, എനിക്ക് എഴുതി അറിയിക്കാനൊന്നുമില്ലല്ലോ. വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി ഇന്നലെ മജ്ലിസിലേക്ക് വിളിച്ചിരുന്നു. എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, തങ്ങളെ എനിക്ക് എഴുതി അറിയിക്കാനൊന്നും അറിയില്ല, ഞാൻ വിളിച്ചു പറയാണ്, മജ്ലിസിൽ ആത്മാർത്ഥമായിട്ട് തങ്ങൾ ദുആ ചെയ്യണം. ഇന്നാലിനൊരു രോഗമുണ്ട്, ഇത് പരിപൂർണമായിട്ട് ശിഫ കിട്ടാൻ തങ്ങളെ പ്രത്യേകം മജ്ലിസിൽ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞവരുണ്ട്. അല്ലാഹ് അവരെ സകലമാന മുറാദും നീ ഹസനാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളല്ലാഹ് നീ അവർക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ പോയി പറയുന്നത് പോലെ ഈ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുമ്പോൾ, ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് മഹാന്മാരുടെ നോട്ടമുള്ള മജ്ലിസാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം. പറയാനുള്ള കാരണം അനുഭവങ്ങൾ സാക്ഷിയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ നോട്ടമുള്ള മജ്ലിസ്. ഞാൻ എൻ്റെ മഹിമയോ എൻ്റെ പ്രൗഢിയോ ഞാൻ പറയല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഉപ്പാപ്പയ്ക്ക്, ഒരു വെല്ലിപ്പാക്ക് പേരക്കുട്ടി നടത്തുന്ന ഈ മജ്ലിസിലേക്ക് നോട്ടുണ്ടാവോ ഇല്ലേ, അത് നിങ്ങൾ പറയണം. എന്റെ അനാനിയത്ത്, എന്റെ പൊങ്ങച്ച ഞാൻ പറയല്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നത്, വലിയ കാവലേകുന്ന മജ്ലിസാണ്, ഉപ്പാപ്പയുടെ നോട്ടമുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ഒരിക്കലും പായാവൂല. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാമാണോ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, അല്ലാഹുവേ അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. മഹാനായ ജമലുല്ലൈലി പാപ്പയുടെ കാവല് കൊണ്ട് അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ പൂവണീച്ചു കൊടുക്കണം അല്ലാഹ്. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ഒരമല് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഇരിക്കുന്ന സമയത്ത്
ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് ഒരു 11 ഫാത്തിഹ, കൂടുതലൊന്നുമില്ല, ഒരു 11 ഫാത്തിഹ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ അത്ഭുതം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നടക്കുന്നതായി കാണാം. ആ ഒരു കുടുക്കിൽ നിന്നും, ആ ഒരു ഇടങ്ങേറിൽ നിന്നും അല്ലാഹു നിങ്ങളെ കരകയറ്റി തരുന്ന മുഅ്മിനീങ്ങളെ. ഉപ്പാപ്പയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങളെ കരകയറ്റി തരും. അല്ലാഹുവേ, എല്ലാ പ്രയാസഘട്ടത്തിൽ നിന്നും, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വലിയ കാവലേകണേ അല്ലാഹ്. വലിയ കാവലിന്റെ അത്ഭുതകരമായിട്ടുള്ള മജ്ലിസാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഈ പ്രഭാത സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഈ ദിക്ർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റുള്ള സമയങ്ങളിലും കാണുന്നവരുണ്ട് മജ്ലിസ്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു തബറുക്കിന് വേണ്ടി, ഒരു ബർക്കത്തിന് വേണ്ടി, ഒരു നസീഹത്ത് എന്നോണം പറഞ്ഞെന്ന് മാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശറഫാക്കപ്പെട്ട റൗളാ ശരീഫിലേക്ക് നമ്മൾ വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. എല്ലാവരും എൻ്റെ കൂടെ ഓത്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നീട് മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നമ്മൾ വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
وإلى حضرة سيدنا وسندنا فخر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. وإلى حضرة من ماتوا منا خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا تبراني ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി തഅലീലിനെ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്റിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണേ അല്ലാഹ്. ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ തഹ്ലീലിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ. എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദ് നീ ഹസിലാക്കണേ.
യാ ഹയ്യു യാ ഖയ്യൂം 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 അർഹമർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹഖ് ഞാൻ ബർക്കത്തുൻ അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ ഉണ്ട് അല്ലാഹ് നീ ഹസനാക്കി കൊടുക്കണം അല്ലാഹ് നീ പൂണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم അർഹമർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണം അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണം അല്ലാഹ് ശുദ്ധീകരിക്കണം അല്ലാഹ് ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണം അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനേ.
ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല, ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. رحم الراحمين يا الله ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവര് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്, അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. رحم الراحمين يا الله ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ല അല്ലാഹ്. ട്യൂമർ നൽകല്ല അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ.
മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്. അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകേറ്റണേ അല്ലാഹ്. നീ കരകേറ്റണേ അല്ലാഹ്. നീ കരകേറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور وهلي. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. മഹദിയായ ഫാത്തിമ
ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനാർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ്. സ്തനത്തിന്റെ ഭാഗത്ത് മുഴവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്‌ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ അല്ലാഹ്, നീ കൊടുക്കല്ലോ അല്ലാഹ്. ഒരു മജ്‌ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ്. ഒരു മജ്‌ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ്. നീ കൊയക്കല്ലോ അല്ലാഹ്, നീ തളർത്തല്ലോ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ല തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കാം. ധാരാളം ആളുകൾ പല മുറാദുകൾ പറഞ്ഞുകൊണ്ട്, ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരാഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട്, ധാരാളം രോഗത്തിൽ നിന്ന് വലിയ ശിഫാ ലഭിക്കാൻ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് എഴുതി അറിയിച്ചവർ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് വായിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാമാണോ എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞാണോ ദുആ വസിയത്തുകൾ എഴുതി അറിയിച്ചത്, മുറാദുകൾ എഴുതി അറിയിച്ചവര് അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ചു കൊടുക്കണം അല്ലാഹ്. മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. മകന് എൻട്രൻസ് പരീക്ഷയിൽ നല്ല മാർക്കോടെ സീറ്റ് കിട്ടാനും ടെൻഷൻ മാറാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാനും തങ്ങളുപ്പാ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ആ പൊന്നുമകൻക്ക് അല്ലാഹ് ആ പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണം അല്ലാഹ്. നല്ല ബുദ്ധിശക്തി കൊടുക്കണം അല്ലാഹ്, നല്ല ഓർമ്മശക്തി കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് ഹൈറായ കല്യാണം കിട്ടാനും കടങ്ങൾ വീടി സമാധാനം കിട്ടാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് മക്കൾക്ക് അല്ലാഹ് നല്ല ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഇന്റർവ്യൂ കഴിഞ്ഞ് വേഗം ജോലി ശരിയായി കിട്ടാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പാ. മോളുടെ വീട് തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, വേഗം വീട് പണി പൂർത്തിയായി കിട്ടാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പാ. ഇൻഷാ അല്ലാഹ് തങ്ങളെ എൻ്റെ മോൻ്റെ രോഗം മാറാനും ജോലി റെഡിയാവാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് രോഗങ്ങൾ നീ പരിപൂർണ്ണ ആജിലായ കാമിലായ ശിഫാ നീ കൊടുക്കണം അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ റാഹത്തിനും സന്തോഷത്തിനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ റാഹത്തേക്കണേ അല്ലാഹ്. തങ്ങളെ ഒരു ബുദ്ധിമുട്ടിലും ആഫത്തിലും അപകടത്തിലും പെടാതെ റാഹത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ ദുആയിൽ ഉൾപ്പെടുത്തണേ. എല്ലാവരെയും കാക്കണേ നാഥാ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്, ബലാകൾ കൊടുക്കല്ല അല്ലാഹ്. ദുആർക്കണം വലിയ ടെൻഷനിലാണ് ഇൻഷാ അല്ലാഹ്. ടെൻഷൻ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഓർമ്മക്കുറവ് വരാതിരിക്കാൻ ദുആ ചെയ്യണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നല്ല ഓർമ്മ ശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. സ്വന്തമായി വീടുണ്ടാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരു ഖൈറായ ഭവനം നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. സന്തോഷമുള്ള കുടുംബ ജീവിതം ഉണ്ടാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. സന്തോഷമുള്ള ഖൈറായ കുടുംബ ജീവിതം അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. എൻ്റെ മക്കളുടെ മനസ്സ് മാറി നല്ല മനസ്സാവാനും നിസ്കാരമെന്ന ഓർമ്മ കൊടുക്കുവാനും കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാവാൻ നിങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. മകളുടെ ഫാറ്റ് ലിവർ മാറാൻ ദുആ ചെയ്യണം തങ്ങളുപ്പാ ഇൻഷാ അല്ലാഹ്. ഫാറ്റ് ലിവർ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളെ നീ പരിപൂർണ്ണ ആജിലായ കാമിലായ ശിഫ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. മക്കൾ
ഹാഫിളും ആലിമും ആവാൻ ദുആ ചെയ്ത നിങ്ങളിപ്പോ ഇൻഷാ അല്ലാഹ് പൊന്നു മക്കൾക്ക് നല്ല ഹിഫ്ള് കൊടുക്കണേ അല്ലാഹ്, നല്ല ആലിമീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ശരീരത്തിലുള്ള ചൊറിച്ചിൽ മാറാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മക്കൾ നന്നാവാൻ ദുആ ചെയ്യണം. വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ദുആ ചെയ്യണം. ഹലാലായ ഒരു ജോലി ലഭിക്കാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തങ്ങളെ എൻ്റെ ടെസ്റ്റ് നാളെ കിട്ടും ഉസ്താദ്, നോർമലായി കിട്ടാൻ ദുആ ചെയ്യണം. സമാധാനമില്ല തങ്ങളെ. ഇൻഷാ അല്ലാഹ് ആ ടെസ്റ്റിൽ അല്ലാഹുവേ നോർമലാക്കണം അല്ലാഹ്. ഒരു അസുഖങ്ങളുമില്ല, ഒരു പ്രയാസങ്ങളുമില്ല എന്ന സന്തോഷ വാർത്ത അവരെ നീ കേൾപ്പിക്കണേ അല്ലാഹ്. മകന്റെ കട എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. തങ്ങളെ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ട്, കാഴ്ച കുറവാണ്, ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹു നല്ല കാഴ്ചശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തങ്ങളെ മകന് ഖൈറായ നല്ല ജോലി കിട്ടാനും ദുആ ചെയ്യണേ. പേരക്കുട്ടികൾക്ക് 2 കണ്ണുകൾ കാഴ്ചയില്ല, ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. വലിയ മകന് തറവാട് പൊളിക്കാതെ കയറ്റാൻ, തറപ്പണി തുടങ്ങാൻ ദുആ ചെയ്യണം. എല്ലാ മുറാദും ഹസിലാവാൻ ദുആ ചെയ്യണം. ആമീൻ ആമീൻ ആമീൻ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ആരെല്ലാമാണോ എന്തെല്ലാമാണോ പറഞ്ഞ് ദുആ വസിയത്തുകൾ അറിയിച്ചത് അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ് എല്ലാവരുടെയും ദുആ വസിയത്തുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂലാക്കണം അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. ദുആ വസിയത്തുകളെ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ എഴുതി അറിയിച്ചവര്, വിളിച്ചറിയിച്ചവര്, ആരെല്ലാമാണോ വിളിച്ചറിയിച്ചവർ നിനക്കറിയാമല്ലോ അല്ലാഹ്. ആഹു എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടിനെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എഴുതി അറിയിച്ചവര്, വിളിച്ചറിയിച്ചവര്, വാട്സപ്പിൽ അറിയിച്ചവര്, നേരിൽ കണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചവര്, എല്ലാവർക്കും വേണ്ടി അവസാനം നമ്മൾ കൂട്ടമായി ദുആ ചെയ്യാൻ ദുആയിലേക്ക് കടക്കാണ്, ദുആഇന്റെ മജ്ലിസിലേക്ക് കടക്കാണ്. എല്ലാവരും ആമീൻ പറയാം ആത്മാർത്ഥമായിട്ട്. നമുക്ക് വേണ്ടിയാണ്, നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞ് വായിച്ച് നമ്മക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. ഒരു മുറാദ് മനസ്സിൽ കരുതിയിരിക്കുന്നുണ്ട്. തങ്ങളെ ഞാൻ എപ്പോഴും മജ്ലിസിൽ പങ്കെടുക്കാറുണ്ട്, ഒരു മുറാദുണ്ട് കരുതി ഞാൻ മനസ്സിൽ കരുതിയിരിക്കും. എനിക്ക് എഴുതാനും അറിയില്ല, ഒന്നിനും അറിയില്ല, വിളിച്ചു പറയുന്നവർ പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്, ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ
ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാ ഞങ്ങളിതാ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അല്ലാ അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാ, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ.
അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ.
അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ. എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. വിശാല നൽകണേ അല്ലാ. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനിയെ ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.